ഇതിനെതിരായിട്ട് വ്യാജ പ്രചരണം നടത്തിയിട്ടുള്ള ആളുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയാണിത്. ഈ അന്വേഷണം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട്, അന്വേഷണം നടത്തിയ കാലത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായിട്ട് എത്ര വ്യാജ പ്രചരണമാണ് നടത്തിയത്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അന്ന് കണ്ടെത്തിയതിൽ ഒരാളിന് പോലും ഈ അപ്പീൽ കോടതി വിട്ടയച്ചില്ല. അന്ന് 12 ആളുകളെ ശിക്ഷിച്ചിരുന്നു. അതിൽ ചില ആളുകളെ മരിച്ചുപോയി. ഇന്നിപ്പോൾ അവശേഷിക്കുന്ന ആളുകൾ വീണ്ടും കോടതിയിൽ ഹാജരായി. അവർക്ക് ശിക്ഷ കൂട്ടിയതല്ലാതെ ഒരാളിനെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു വശം. മൂന്നാമത്തെ കാര്യം, ഗൂഢാലോചനക്കകത്തുണ്ടായിരുന്ന 2 ആളുകൾ, അവരെ കൂടി ഉൾക്കൊള്ളിച്ചു. മാത്രമല്ല, ഇവർ ഈ ശിക്ഷയ്ക്ക് ശേഷം ജയിലിനകത്ത് കിട്ടിയ അവരുടെ ദുസ്വാതന്ത്ര്യം അത് കോടതി കണ്ടെത്തി എന്നുള്ളത് വലിയ കാര്യമല്ലേ? അപ്പൊ കോടതി പറഞ്ഞു, ഒരു കാരണവശാലും ഇവർക്ക് പരോൾ കൊടുക്കരുത്. ഇവർ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ വേറെ നിൽക്കുകയാണ്. ജയില് കേന്ദ്രീകരിച്ചിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയായിരുന്നു. ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പരോളിൽ നാട്ടിൽ കഴിയുന്നതായിട്ടാണ് നാട്ടുകാർക്കെല്ലാം ബോധ്യപ്പെട്ടത്. അത് കോടതി അതുകൊണ്ട് ഒരു വളരെ കർക്കശമായ ഒരു നിലപാടെടുത്തു. ഞാനതിനെ കോടതിയെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇവർക്ക് പ്രത്യേകമായ വേറൊരു ആനുകൂല്യം കൊടുക്കരുത്, അവർക്ക് ജയിലിൽ തന്നെ പരോൾ കൊടുക്കാതെ ജയിലിൽ തന്നെ കഴിയുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. അതാണ് കോടതിയുടെ ഡയറക്ഷൻ. വളരെ 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 മനോഹരമായ രൂപത്തിൽ കോടതി അതിനെ കണ്ടെത്തി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശ്രീ തിരുവഞ്ചൂർ, അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഈ കേസിൽ ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ ഈ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കും എന്നങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ? അല്ലെങ്കിൽ ഇനി മേൽക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അത്തരം വധശിക്ഷയിലേക്ക് ശിക്ഷാവിധി വീണ്ടും ഉയർത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, അന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കാവുന്ന ശിക്ഷകളെല്ലാം കൊടുത്തു. അപ്പീൽ കോടതിയിൽ വന്നിട്ട് അപ്പീൽ കോടതിയിൽ കൊടുത്ത ശിക്ഷകളെല്ലാം കറക്റ്റാണ് എന്ന് വിലയിരുത്തി അതിനോടൊപ്പം തന്നെ അധിക ശിക്ഷ കൂടി കൊടുക്കുകയും ചെയ്തു. ഇനി ബാക്കിയുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഈ വിധിക്കകത്ത് വന്നിരുന്നെങ്കിൽ അവിടെയാണ് ഈ അന്വേഷണത്തിൽ രക്ഷമുണ്ടായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരിക. ഇപ്പോൾ ഒന്നുമില്ല, നടത്തിയ അന്വേഷണമെല്ലാം കറക്റ്റാണ്, തൃപ്തികരമാണ് എന്ന് തന്നെയല്ലേ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ള അതല്ലേ. വിധിന്യായം മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഈ വിധിന്യായത്തിന്റെ ഉള്ളടക്കം സ്വാഭാവികമായും അന്നെടുത്ത നടപടികളെ പൂർണ്ണമായി അംഗീകരിക്കുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. തിരുവഞ്ചൂർ, അങ്ങനെയെങ്കിൽ ഈ കേസിലെ ലാർജർ കോൺസ്പിറസി ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. അതിനുവേണ്ടിയുള്ള നിയമപോരാട്ടം തുടരുമെന്നാണ് കെ രമയും എൻ വേണു ഉൾപ്പെടെയുള്ള RMP നേതാക്കൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ ലാർജർ കോൺസ്പിറസി അതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം അന്ന് നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ പ്രതികൾ കൂടി ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന വിധത്തിൽ കാണാനാകുമോ? ഇല്ല, ലാർജർ കോൺസ്പിറസിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ അന്വേഷണ നമ്മളുടെ ജില്ലാ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രയൽ കോടതി തന്നെ ലാർജർ കോൺസ്പിറസിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു കേസിന്റെ മധ്യത്തിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ അന്വേഷണം വേറെ ഏജൻസി ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്തിട്ടുള്ള നടപടി നല്ല നോയിഡായിട്ട് പോവുകയാണ് നിയമപരമായി പറഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കേസ് അതിൻ്റെതായ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക, അതിനൊരു ഫൈനാലിറ്റി കൊണ്ടുവരിക. വിധി വന്നതോടുകൂടി ഫൈനാലിറ്റിയായി. പിന്നീട് അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തപ്പോൾ അപ്പീലിലും ഈ പറഞ്ഞതെല്ലാം കാര്യങ്ങൾ കൃത്യമായി അംഗീകരിച്ചു. ഇനി അതിന് വേണമെങ്കിൽ ലാർജർ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഒരു കേസ് റീഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഫൈനാലിറ്റി വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഓപ്പൺ ചെയ്യാൻ ഹൈക്കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇപ്പൊ ഹൈക്കോടതി അത് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇതിന്റെ ലാർജർ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് മേളിലേക്ക് ഇനിയും പോകാവുന്നതാണ്. അതാണ് നിയമവശം. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവും പ്രതികരിക്കുന്നത്.